ഈ ഭൂമിയിൽ പലരും കേട്ടിട്ടില്ലാത്ത അനവധി നിഗൂഢ നഗരങ്ങളുണ്ട്. സൈപ്രസ് എന്ന രാജ്യത്തിലെ വരോഷ എന്നറിയപ്പെടുന്ന ഒരു നഗരം അത്തരം ഒരു സ്ഥലമാണ്. ഒരു കാലത്ത് ഊർജ്ജസ്വലവും അഭിവൃദ്ധി പ്രാപിച്ചതുമായ ഒരു വിനോദസഞ്ചാര കേന്ദ്രമായിരുന്നു ഈ നഗരം. മനോഹരമായ ബീച്ചുകൾ, ഉയർന്ന കെട്ടിടങ്ങൾ, ആഡംബര ഹോട്ടലുകൾ, ആവേശഭരിതമായ ജനജീവിതം എന്നിവയ്ക്ക് പേരുകേട്ടതായിരുന്നു ഈ നഗരം. എന്നാൽ ഇന്നത് ഉപേക്ഷിക്കപ്പെടുകയും നിശബ്ദമാവുകയും നിർജീവമാവുകയും കാലക്രമേണ മരവിച്ചു പോവുകയും ചെയ്തു. അത്തരമൊരു സാഹചര്യത്തിലേക്ക് നഗരത്തെ നയിച്ചത് എന്താണെന്ന് നമുക്ക് നോക്കാം. 1974 അവിടെ എന്താണ് സംഭവിച്ചത്? ഏകദേശം 50 വർഷങ്ങൾക്ക് മുമ്പ് 74 ജൂലൈയിൽ വരോഷയിൽ ഏകദേശം 40,000 ജനങ്ങളുണ്ടായിരുന്നു. എന്നാൽ തുർക്കി സൈപ്രസിൽ സൈനിക അധിനിവേശം ആരംഭിച്ചപ്പോൾ എല്ലാം മാറി. സൈപ്രസിൽ ഗ്രീക്ക് പ്രധാന ഭൂപ്രദേശവുമായി ദ്വീപിനെ ഒന്നിപ്പിക്കാൻ ലക്ഷ്യമിട്ടുള്ള ഗ്രീസിൻ്റെ പിന്തുണയോടെ നടന്ന ഒരു അട്ടിമറിക്ക് മറുപടിയായിരുന്നു തുർക്കിയുടെ ഈ സൈനിക നടപടി. അക്രമവും കൂട്ടക്കൊലയും ഭയന്ന് വരോഷയിലെ മുഴുവൻ ജനങ്ങളും ഒറ്റ രാത്രി കൊണ്ട് പലായനം ചെയ്തു. ആളുകൾ വീടുകൾ, കടകൾ, ഹോട്ടലുകൾ, സ്വകാര്യ വസ്തുക്കൾ പോലും ഉപേക്ഷിച്ച് ഓടിപ്പോയി. സംഘർഷം ഉടൻ അവസാനിക്കുമെന്ന് പ്രതീക്ഷിച്ച് അവർ അടുത്തുള്ള പട്ടണങ്ങളിലും നഗരങ്ങളിലും സുരക്ഷ നേടി. പക്ഷേ അവർക്ക് ഒരിക്കലും തിരിച്ചെത്താനായില്ല. ആ രാത്രി മുതൽ വരോഷ ശൂന്യമായി തുടരുന്നു. കെട്ടിടങ്ങൾ ഇപ്പോഴും നിലനിൽക്കുന്നു. പ്രകൃതി പല പ്രദേശങ്ങളും കൈയടക്കി. എല്ലാം ഭൂതകാലത്തിൽ കുരുങ്ങിക്കിടക്കുന്നു. അതൊരു പ്രേത നഗരമായി തുടരുന്നു. 1974 തുർക്കി അധിനിവേശത്തിന് ശേഷം സൈപ്രസിനെ 2 പ്രത്യേക മേഖലകളായി വിഭജിച്ചു. അതായത് തെക്കൻ ഭാഗം ഗ്രീക്ക് സൈപ്രസായി, വടക്കൻ ഭാഗം തുർക്കിയുടെ നിയന്ത്രണത്തിലായി. ഇപ്പോൾ തുർക്കിഷ് സൈപ്രസ് എന്നറിയപ്പെടുന്ന ഒരു കാലത്ത് തിരക്കേറിയ വിനോദസഞ്ചാര കേന്ദ്രമായിരുന്ന വരോഷ തുർക്കി നിയന്ത്രണത്തിലുള്ള പ്രദേശത്തിലാണ് അത് സ്ഥിതി ചെയ്യുന്നത്. ഇപ്പോഴും തുർക്കി സൈന്യത്തിൻ്റെ നിയന്ത്രണത്തിലാണ്. ഈ നഗരം പൂർണ്ണമായി അടച്ചിട്ടിരിക്കുന്നു. സാധാരണക്കാർക്ക് പ്രവേശിക്കുന്നത് കർശനമായി നിരോധിച്ചിരിക്കുന്നു. വേലികളും മുന്നറിയിപ്പ് അടയാളങ്ങളും കൊണ്ട് ചുറ്റപ്പെട്ടിരിക്കുന്നു. പുറത്തുനിന്ന് ഫോട്ടോ എടുക്കാൻ ശ്രമിക്കുന്നത് പോലും അറസ്റ്റിലേക്ക് നയിച്ചേക്കാം. മുഴുവൻ പ്രദേശവും രഹസ്യവും നിഗൂഢതയും കൊണ്ട് മൂടപ്പെട്ടിരിക്കുന്നു. വരോഷ ഇന്ന് എങ്ങനെയാണ്? ഇന്നും വരോഷയിലെ ഉയരമുള്ള കെട്ടിടങ്ങൾ, ഹോട്ടലുകൾ, റെസ്റ്റോറൻറ്റുകൾ, ബാറുകൾ എന്നിവ 1974 ഉണ്ടായിരുന്നത് പോലെ തന്നെ നിലനിൽക്കുന്നു. എന്നിരുന്നാലും കാലം അതിൻ്റെ നാശനഷ്ടങ്ങൾ വരുത്തിവെച്ചു. ഇപ്പോൾ ഈ ഘടനകൾ തകർന്നു വീഴാറായി നിൽക്കുന്ന അവശിഷ്ടങ്ങളാണ്. സൂര്യപ്രകാശത്തിലും കാറ്റിലും അത് പതിയെ നശിച്ചുകൊണ്ടിരിക്കുന്നു. ഒരു കാലത്ത് തീരപ്രദേശത്തെ മനോഹരമായ ബീച്ചുകൾ അടച്ചുപൂട്ടി പൊതുജനങ്ങൾക്ക് പ്രവേശിക്കാൻ കഴിയാത്ത വിധം വേലി കെട്ടി. നഗരത്തിൻ്റെ ഒരു ചെറിയ ഭാഗം അടുത്തിടെ വീണ്ടും തുറന്നു. പക്ഷേ അതും ഹ്രസ്വകാലത്തേക്ക് മാത്രമേ പ്രവർത്തിക്കാൻ കഴിയൂ. കർശനമായ നിയന്ത്രണങ്ങൾക്ക് വിധേയമാണ് അവിടം.